ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും റിളയും കരസ്ഥമാക്കുന്ന മുവഹിദുകളും മുത്തഖീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്താണ് എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇസ്ലാമിക ദൃഷ്ട്യാ വിവാഹം ഇബാദത്താണ്, ആരാധനയാണ്, എല്ലാ ബന്ധങ്ങളുടെയും തുടക്കമാണ്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ തുടക്കത്തെ പരിഭാവനത്വത്തോടെ പരിശുദ്ധിയോടെ കണക്കാക്കുക എന്നത് ദീനീ ബോധത്തിൻ്റെ നിഷ്കർഷയും നിർബന്ധ ഭാഗവുമാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ ഖുതുബയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത്. ആരാധനയുടെ നിറവിൽ അനുഷ്ഠിക്കപ്പെടേണ്ട, ആചരിക്കേണ്ട, നിർവഹിക്കപ്പെടേണ്ട വൈവാഹിക സന്ദർഭങ്ങളെയും ചടങ്ങുകളെയും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും ഇസ്ലാമിക ഉമ്മത്ത് അകറ്റിക്കൊണ്ടുപോകുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സിവാജുകളിൽ, നിക്കാഹുകളിൽ, കല്യാണങ്ങളിൽ, അനുബന്ധ ചടങ്ങുകളിൽ നമ്മുടെ ദീൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ലളിതമായ ആലോചന. ഈ പറയും പ്രകാരത്തിലൊക്കെ നടത്തിയ ആളുകൾ തൗബ ചെയ്ത് മടങ്ങുകയും എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളുടേത് അങ്ങനെ നടന്നുപോയി, അത്രമേൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇനി നീയെങ്കിലും അല്ലെങ്കിൽ ഞാനായിരുന്നാലും അടുത്ത സമയങ്ങളിൽ ഈ വക വിഷയങ്ങളിലൊക്കെ ഒരു തഖ്വ, ഒരു സൂക്ഷ്മത, ധർമ്മനിഷ്ഠ കാണിക്കേണ്ടതുണ്ട് എന്ന കാര്യബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ ഉപകാരപ്പെടുന്ന അമലുകളാക്കി തീർക്കുവാനുള്ള സന്മാർഗവും സൗഭാഗ്യവും
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കുടുംബത്തെ സ്ഥാപിക്കുന്നത്, അതിൻ്റെ സംസ്ഥാപകൻ. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അർശുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്. കുടുംബങ്ങളുടെ തുടക്കം അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ സ്റ്റാർട്ടിങ് ദാമ്പത്യത്തിലൂടെയാണ്. ദാമ്പത്യത്തിന്റെ തുടക്കം രണ്ടുപേര് ഒന്നായി തീരുമ്പോഴാണ്. അതിനാണ് സിവാജ്, നിക്കാഹ്, സെഹർ, സഹറ എന്നൊക്കെ നസബൻ വ സഹറ സ്വാദ് പ്രയോഗിക്കപ്പെട്ട് ഖുർആൻ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രാധാന്യത്തോടെ ബന്ധങ്ങളുടെയൊക്കെ തുടക്കത്തിന്റെയും തുടർച്ചയുടെയും ഭാഗമായി പഠിപ്പിക്കപ്പെട്ട ഒരു ചടങ്ങിനെ ഒരു നിലക്കും അനിസ്ലാമികതകളിലേക്കും അനാചാരങ്ങളിലേക്കും ആഢ്യത്വത്തിലേക്കും ധൂർത്തിലേക്കും ഹറാമുകളിലേക്കും നിർബന്ധമായും ഒരു മുസ്ലിം ഒരു ദിനത്തിൽ പാലിക്കേണ്ട അനുഷ്ഠാന മുറകളെ, നമസ്കാരമടക്കമുള്ള കാര്യങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രൂപത്തിൽ ആകാൻ പാടില്ല. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ലളിതമാണ്, പ്രായോഗികമാണ്, നടത്തുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാണ്, പുരോഹിത പ്രധാനമല്ലാത്തതുമാണ് എന്നതെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ പുതിയ കാലത്ത് വിവാഹം, അതിൻ്റെ മുന്നോടിയായുള്ള പെണ്ണ് കാണൽ, നിശ്ചയം, എൻഗേജ്മെന്റ്, വിവാഹത്തിന്റെ ദിനം, അതിന് ശേഷമുള്ള ചടങ്ങുകൾ, മൊത്തത്തിൽ ഒരു വിവാഹ അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ, ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി സമ്പത്തൊഴുക്കുന്ന രക്ഷിതാക്കളുടെ ആദിയും ആശങ്കയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പൊ സ്വർണം, അതിന്റെ വിലയൊക്കെ പാരമ്യത്തിലേക്ക് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. അപ്പൊ ഇങ്ങനെ അടിക്കടിയായി വലിയ ആശങ്കയുള്ള വിധത്തിൽ വൈവാഹിക വേദികളും നിക്കാഹിന്റെ സമയങ്ങളും കല്യാണ ആലോചനകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും ഖൈറായ വിവാഹം, ഏറ്റവും ഉത്തമമായ വിവാഹം, അനുഗ്രഹീതമായ വിവാഹം എന്ന് പറയുന്നത് ഐസറുഹ, ലളിതമായി തീരുന്നതാണ്. ലളിതമായ വിവാഹം അതാണ്. പിന്നെ വിവാഹത്തിൽ നടക്കുന്നത് എന്താണ്? അതിലെ നിർബന്ധമായ ഘടകം ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ വിവാഹം സാധുവായി. ആ രണ്ടുപേരുടെ ലൈംഗിക ജീവിതം ഹലാലായി, അവർക്ക് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ബാക്കിയെല്ലാം അതിൻ്റെ അകമ്പടികളായി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനുവദിക്കപ്പെട്ടതോ ഐച്ഛികമാക്കിയതോ സുന്നത്താക്കിയതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടി ആധാരം ബാങ്കിൽ വെച്ചുകൊണ്ട് ആളെ കൂട്ടി വിവാഹത്തിന് ശേഷം വലിയ കടബാധ്യതകളിലേക്ക് എടുത്തെറിയപ്പെട്ട് വിവാഹത്തിന്റെ ദിനങ്ങളിൽ ബഹുവർണ്ണ രസമുള്ള ഭക്ഷണം ഒരുക്കിക്കൊടുത്ത് പിറ്റേ ദിവസം ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും ഇല്ലാതെ കല്യാണം നടത്തിയ രക്ഷിതാവ് ഒരു ഉരുള വായിലേക്ക് ഇറക്കുന്നത് ആലോചിക്കുമ്പോൾ ബാങ്കിനെ കുറിച്ചും ജപ്തിയെ കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ട ഗതികേടിലേക്ക് ഈ ഉമ്മത്തിലെ മനുഷ്യർ, രക്ഷിതാക്കൾ എടുത്തെറിയപ്പെടാൻ പാടില്ല. പൈസറുവ ലളിതമാണ്. ഓരോരുത്തരോടും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സാമ്പത്തിക സ്ഥിതിഗതികൾ അനുസരിച്ച് നിർവഹിച്ചാൽ മതി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നാണ്. അയൽപ്പക്കത്തും കുടുംബത്തിലെ രക്തബന്ധങ്ങളിലെ വൈവാഹിക ബന്ധങ്ങളിലെ പല വേരുകളിലും നടന്ന കുടുംബത്തിലെ വിവാഹ കാഴ്ചകൾ കണ്ട് ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ അതല്ലെങ്കിൽ എൻ്റെ മകന്റെ കല്യാണം നടത്തുന്ന സമയത്ത് മോശമാക്കാൻ പാടുണ്ടോ എന്ന് മറ്റുള്ളവരെ അനലൈസ് ചെയ്ത് വിലയിരുത്തി താരതമ്യം നടത്തേണ്ടതല്ല ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് അറിയണം. അതിന്റെ കൂടിയാലോചന മറ്റുള്ളവർ വന്ന്, ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ആണ്, അവരാണ് ബില്ല് കൊടുക്കുന്നതും അവരാണ് രീതികൾ പറയുന്നതും. അത് പെണ്ണിനെ അലങ്കരിക്കലായാലും പുതിയാപ്പിളയെ അലങ്കരിക്കലായിരുന്നാലും മണിയറ ഒരുക്കലായിരുന്നാലും അതേപോലെ മിഠായി കൊടുക്കലായിരുന്നാലും എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയാണ്. പരിപാടികൾ പോലും ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഏത് പ്രോഗ്രാം, അത് വിവാഹം മാത്രമല്ല. പണ്ടൊക്കെ നാടുകളിൽ ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ വിവാഹം നടന്നിരുന്നത് അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ വന്നുകൊണ്ട് കസേരയിട്ട് എല്ലാവരെയും ഹൃദ്യമായി സ്വീകരിച്ചുകൊണ്ട് നടന്നിരുന്ന വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനൊരു ആത്മബന്ധമുണ്ടായിരുന്നു, അയൽപ്പക്ക ബന്ധമുണ്ടായിരുന്നു, ബന്ധങ്ങളുടെ ഊടും പാവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആരും അറിയാത്ത വിധത്തിലുള്ള ആളുകളാണ് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്താം, അതിന് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ ഏതൊക്കെ രീതിയിൽ അതൊക്കെ സംഘടിപ്പിക്കപ്പെടണം, ആരാണ് ഇതിന്റെ സൂപ്പർവിഷൻ നടത്തേണ്ടത്, ഇതിന്റെ കയ്യും കഴുത്തുമൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് അവസാനം വലിയ ബില്ല് വന്ന് പതിച്ച് പിന്നെ അതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക്, ആശങ്കയിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. പൈസറുഹ വളരെ ലളിതാണ്. ഓരോരുത്തരും അവർക്കനുസരിച്ചുള്ള
ഒരു രീതിയിലൊക്കെ നടത്തിയാൽ മതി. ഇനി അതിന്റെ നിർബന്ധ ഘടകം, ഇതൊരു മതപരമായ ചടങ്ങാണ്. ധവനവന്റെ സമ്പത്തിന്റെ പളപളപ്പ് കാണിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇതൊരു ആഢ്യത്വവും പ്രൗഢിയും തെളിയിക്കേണ്ട വിഷയമൊന്നുമല്ല. ഇത് ഏറ്റവും ലളിതമായി, സുന്ദരമായി, സുതാര്യമായി, പ്രാമാണികമായി സംഘടിപ്പിക്കപ്പെടേണ്ട ഒരു അനുഷ്ഠാന മുറയാണ്. എൻ്റെ മകൾ, എൻ്റെ മകൻ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലേക്കാണ്. അവൻ ദാമ്പത്യത്തിലൂടെ കുടുംബം എന്ന സംവിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇതിനകമ്പടിയായി വേണ്ടത് ആത്മീയ നിഷ്ഠയാണ്, ആത്മസംസ്കരണമാണ്. ദീനിന് പ്രിഫറൻസും പ്രയോറിറ്റിയും കൊടുക്കലാണ്. ദീനുള്ളവനും സെലക്ഷൻ നടത്തപ്പെടലാണ്. അങ്ങനെ അവർ രാജ്യത്തിനും സമൂഹത്തിനും മഹല്ലിനും സമുദായത്തിനും അവരവർക്ക് തന്നെയും ഗുണമുള്ള ദാമ്പത്യ കുടുംബ ജീവിതം നയിക്കാൻ പാകത്തിലേക്ക് എത്തലാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞാൽ. അതിനെന്തൊക്കെയാ വേണ്ടത്? വരനുണ്ടാകുക, വധുവുണ്ടാകുക, മഹറുണ്ടാകണം, 2 സാക്ഷികളും ഉണ്ടാകണം. ഇത്രയേ ഉള്ളൂ. വരനും വധുവും അതേപോലെ തന്നെ മഹറും 2 സാക്ഷികളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം സാധുവായി കഴിഞ്ഞ്. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വലിയ അല്ലെങ്കിൽ പിതാവ് പറയാൻ, എൻ്റെ മകളെ ഈ സ്വർണ്ണാഭരണം അതല്ലെങ്കിൽ ഇന്ന മഹർ നിശ്ചയിച്ച് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്ത് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയുകയും, പ്രതിശ്രുത വരൻ നിങ്ങളുടെ മകളെ ഈ സ്വർണ്ണാഭരണം മഹർ നൽകി നിങ്ങളിൽ നിന്ന് ഞാൻ നിക്കാഹ് ചെയ്ത് തൃപ്തിപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് 2 സാക്ഷികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം കഴിഞ്ഞു. ഇസ്ലാമിലെ വിവാഹം കഴിഞ്ഞു. പിന്നെ സാധിക്കുമെങ്കിൽ ഖുത്ബത്തുൽ ഹാജ, സാഹചര്യത്തിന്റെ തേട്ടമനുസരിച്ചുള്ള ഒരു സതുപദേശം കൊടുക്കാം, ഒരു ഉത്ബോധനം കൊടുക്കാം. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും കൂടി നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ദാമ്പത്യ കുടുംബ ജീവിതത്തിന്റെ മാഹാത്മ്യവും ലക്ഷ്യവും മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു ഉത്ബോധനവും ആകാം സാധിക്കുമെങ്കിൽ. അതേപോലെ തന്നെ പിന്നെ വലീമ എന്ന് പറഞ്ഞാൽ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണ സൽക്കാരം, അതും നിർബന്ധമല്ല, സാധിക്കുമെങ്കിൽ കൊടുക്കാവുന്നതാണ്. സാധിക്കുമെങ്കിൽ കൊടുക്കാം, അതും സുന്നത്താണ്. പക്ഷെ ആ സുന്നത്തിന് ഇന്ന് ഈ ഉമ്മത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ? 30 ഐറ്റം, 35 ഐറ്റം, 40 ഐറ്റം, 200 ഐറ്റം. ഓരോരുത്തരും നേരത്തെ പറഞ്ഞതുപോലെ ഇവന്റ് മാനേജ്മെന്റ് അനുസരിച്ച് ലിസ്റ്റ് കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ മികവ് കാണിച്ച് ആരിലാണ് അല്ലെങ്കിൽ ആർക്കിടക്കാണ് ആളായി തീരാൻ ആഗ്രഹിക്കുന്നത്? പണ്ടൊക്കെ ഒരു ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കാത്തിരുന്ന ഒരു കാലുണ്ടായിരുന്നു. ഇന്ന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്, വ്യത്യസ്ത ഇനങ്ങളിലും തരത്തിലുള്ള ഫുഡുകൾ കണ്ട് ആളുകൾ മടുത്തിരിക്കാൻ. മാത്രവുമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ PSC കിട്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുക. PSC എന്ന് പറഞ്ഞാല് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അല്ലേ? ഈ PSC കിട്ടിയിട്ട് ആളുകൾക്ക് ഭക്ഷണ തളികയുടെ മുമ്പിൽ വന്ന് ബൊഫേ സിസ്റ്റത്തിലും ഒരുക്കി വെക്കപ്പെട്ടതും അങ്ങനെ അസൂയാർഹമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കല്ലാതെ നമ്മൾ വെച്ച് വിളമ്പിയിട്ടുള്ള കാര്യങ്ങൾ അകത്തേക്ക് ആവേശത്തോടെ കഴിക്കാനുള്ള കാലം കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളം ഇത്ര, ഭക്ഷണം ഇത്ര, കൊളസ്ട്രോൾ ഇത്രയാണ്, ചിക്കൻ ഇത്ര, മറ്റേത് ഇത്ര എന്നൊക്കെ പറയാ. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ബൊഫേ സിസ്റ്റം ഒക്കെ വെച്ച് തരംതിരിച്ച് കഴിക്കാൻ പാകത്തിൽ വെച്ചതിന് എന്തിനു വേണ്ടിയിട്ടാ? ഓരോരുത്തർക്കും അവരവരുടെ ജോലി, അധ്വാനം, അതേപോലെ തന്നെ അസുഖങ്ങൾ, ഇതൊക്കെ പരിഗണിച്ച് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ മലയാളികൾ വിചാരിച്ചത് ഇതൊരു കല്യാണത്തിന് ചെന്നാൽ, ഒരു ഭക്ഷണ സൽക്കാരത്തിന് പങ്കെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ ഒരുക്കപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് എടുക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ നോട്ട് ചെയ്യപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് എല്ലാത്തിലും കൈയിട്ട് വാരിയെടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് മീനിന്ന്, ചിക്കന്ന്, മട്ടന്ന് കംപ്ലീറ്റ്. ആരാ ഷുഗർ എവിടെ എത്തിക്കണ്? അവൻ തന്നെയാണ് ഈ എടുക്കണത്. എന്നിട്ടൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഈ പാത്രം മറ്റവനെ കൊണ്ട് പിടിക്കാൻ പറയും, ഇതൊന്ന് പിടിച്ച് സഹായിക്കുമെന്ന്. ആ കോലത്തിലേക്ക് ഭക്ഷണം കയ്യിലാക്കിയിട്ട് പോയിരുന്ന് കഴിക്കുന്ന ഒന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അവനവന് ഒരു നേരത്തെ ഭക്ഷണം. വടകരയിൽ നിന്ന് പുറപ്പെട്ട വാഹനം കോഴിക്കോട് എത്തിച്ചേരാൻ എത്ര പെട്രോളാണ്, എത്ര ഡീസലാണ് വേണ്ടി വരിക എന്ന് അറിയുന്ന ലിറ്ററസി ഉള്ള ആളുകൾക്ക് ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എൻ്റെ ശരീരം കുഴഞ്ഞു വീഴാതിരിക്കാൻ എത്ര കാർബോഹൈഡ്രേറ്റ് ആണ്, എത്ര വൈറ്റമിൻ ആണ്, എത്ര അളവിലാണ് പ്രോട്ടീൻ വേണ്ടത് എന്നതിനെ കുറിച്ചില്ല. പല കല്യാണങ്ങളും മെയിൻ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന പുഡിംഗ് എന്ന പേരിൽ നടക്കുന്ന പരിപാടികളുണ്ട്. ആ പരിപാടികൾ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് മെയിൻ കോർ ഭക്ഷണം എടുത്തതിനേക്കാളും കലോറിയാണ് പിന്നെ കഴിക്കാൻ പോകുന്ന പുഡിങ്ങിലുള്ളത്. ഞാൻ വെറുതെ പറയല്ല, ആരോഗ്യശാസ്ത്ര രംഗത്ത് മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി. വലിയ കോർ ഭക്ഷണം എടുക്കുകയാണ്, ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്നിട്ട് പോകാൻ, അവ ഡബിൾ ആകാൻ. മിഷീൻ കല്ല് ഏറ്റിയ ഒരുത്തന്റെ കയ്യിലേക്ക് വീണ്ടും അതന്നെ ഏറ്റാൻ പ്രയാസപ്പെടുന്ന സമയത്ത് രണ്ടാമതൊരു കല്ലുകൂടി എടുത്തു വെച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടായിരിക്കും? ആമാശയത്തിനും ഡൈജഷൻ സിസ്റ്റത്തിനും പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് എന്തും കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ജീവിതശൈലി രോഗങ്ങൾ പെരുക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ സിസ്റ്റം ഡിസോർഡർ ആയതാണ്. അടുക്കള സാക്ഷരത ഇല്ലാതെ പോയതാണ്. എന്ത് കഴിക്കണം എന്നതിനെ കുറിച്ച് അറിയാതെ പോയതാണ്. വയറ് നമ്മുടേതാണ്, ഭക്ഷണം ആരുടേതായാലും എന്ന ചിന്തയില്ലാത്ത കോലത്തിൽ കല്യാണ പന്തലുകളെ, നിക്കാഹിന്റെ വേളകളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ആലോചിക്കണം. വലാ തൽഖു ഐദിയക്കും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്നാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കുക, ഇതൊക്കെ ഹലാലല്ലേ എന്ന കോലത്തിലല്ല. എന്ത് കഴിക്കണം? കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നണം കുടിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത് എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾ വരെ വലിയ ഭക്ഷണം ഒരുക്കുക കല്യാണത്തിന്റെ പേരിൽ. 4-5 കാര്യങ്ങളാണ് നിർബന്ധ ഘടകമെങ്കിൽ വലീമ അതിന്റെ ഒരു പ്രധാന സുന്നത്താണ് എങ്കിൽ ആ സുന്നത്തനുസരിച്ച് ഞാൻ ക്ഷണിച്ച അതിഥികൾ വരുമ്പോൾ മോശാക്കാൻ പാടില്ല. ഈ കല്യാണത്തിന്റെ ലാളിത്യം പറഞ്ഞിട്ട് വെറും എന്തെങ്കിലും ഒരു ലഡും മുട്ടായും കൊടുത്ത്, അല്ലെങ്കിൽ വലിയ ദൂരത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു സർബത്ത് കൊടുത്ത് പിരിച്ചുവിടുന്ന പരിപാടി ഉണ്ട്, അതുമില്ല. അല്ലേ? അങ്ങനത്തെ പരിപാടിയില്ല. ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഒരു നേരത്തെ ഭക്ഷണം എന്നതിന്റെ ഡെഫനിഷനിൽ അത് ഇസ്രാഫാകാത്ത, ധൂർത്താകാത്ത ഭക്ഷണ നിർവചനം എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം സുബൈക്ക് കണ്ടുമുട്ട ആര്? പ്രവാചകനാണ്. പ്രവാചകൻ ഇങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം, അതേപോലെ തന്നെ സുഗന്ധത്തിന്റെ അടയാളൊക്കെ കാണാം. എന്താണിത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകരെ കല്യാണം കഴിഞ്ഞ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറയാം. പ്രവാചകൻ ചിരിച്ചു പറഞ്ഞ വലോ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടൊന്നും ഇങ്ങനെ ഒരു വലീമ, ചെറിയൊരു ഭക്ഷണം എനിക്ക് ഒരുക്കിക്കൂടെ എന്ന്. ഒരാടിനറുത്ത് കുറച്ച് ചെറിയൊരു പരിപാടി, ഒരു ഫംഗ്ഷൻ നടത്തിക്കൂടെ എന്ന അർത്ഥത്തിൽ വലോ ബിശാത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ചിന്തകൾ അതിൽ നിന്ന് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാമ്പത്തിക ശേഷിയുള്ള പ്രഗത്ഭനായ ഒരു സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കല്യാണം നടത്തിയ കല്യാണ നിക്കാഹ് ഫംഗ്ഷൻ ആ നാട്ടിലെ, ആ കാലത്തെ, എക്കാലത്തെയും ഈ ലോകത്തിന്റെ ഗുരുനാഥനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാതെയാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കഴിയോ? മഹല്ല് സെക്രട്ടറി പറയും ഇന്നോട് പറഞ്ഞിട്ടില്ല, മഹല്ല് പ്രസിഡന്റ് ഇന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എടുക്കാൻ കഴിയില്ല, ലെഡ്ജർ എടുക്കാൻ കഴിയില്ല. എത്ര സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, കുടുംബങ്ങളിൽ എന്നോട് പറഞ്ഞില്ല, അവരോട് പറഞ്ഞില്ല. ഇല്ല, എല്ലാവരോടും എല്ലാം പറയണമെന്ന നിബന്ധന കല്യാണ വിഷയത്തിൽ ഇസ്ലാമിലില്ല. എന്ന് പറഞ്ഞ 2 സാക്ഷികൾ ഉണ്ടായാൽ മതി, പക്ഷെ പരസ്യമാക്കണം, ഉത്തരവാദിത്തത്തിൽ ധാർമ്മികാക്കി കഴിക്കപ്പെടണം എന്ന് മാത്രം. ഇത് ഒന്ന് പറയാത്തതിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകളില്ലേ? എന്നോട് പറഞ്ഞിട്ടില്ല, എന്റെ മകളുടേത് അവനോടും പറയില്ല, അല്ലെങ്കിൽ അവരോടും പറയില്ല എന്ന് പ്രവാചകനോട് പറയാതെ കല്യാണം കഴിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒന്ന് അപ്പൊ ഇങ്ങനൊക്കെ കല്യാണം നടത്താം. നാട്ടിലുള്ള 1000 ആളുകളെ, 2000 ആളുകളെ, 3000 ആളുകളെ, അതിലെ പ്രമാണിമാർ എല്ലാവരും വിളിച്ച്, അങ്ങനെയുണ്ട് ഹദീസിൽ, പാവപ്പെട്ടവർ തഴയപ്പെടുകയും പണക്കാരായ ആളുകൾ മാത്രം ക്ഷണിക്കപ്പെടുകയും കഴിക്കപ്പെടുകയും ചെയ്യുന്ന ഭക്ഷണം ശാപത്തിന്റെ ഭക്ഷണമാണ്. അല്ലേ? അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നാണ്. അവന് ക്ഷണിക്കുമ്പോൾ അതിനനുസരിച്ച് ക്ഷണിക്കാം. ഓരോരുത്തരുടെ സാമ്പത്തിക നിലയനുസരിച്ച് വിളിക്കുക, ക്ഷണിക്കുക. ആരെങ്കിലും ക്ഷണിച്ചില്ല, വിളിച്ചില്ല എന്നതിന്റെ പേരിൽ പായ്യരം പറഞ്ഞ് നടക്കുന്ന പരിപാടി കല്യാണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലില്ല എന്ന് വിളിക്കുന്നവരും വിളിക്കപ്പെടുന്നവരും മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രവാചകൻ പറഞ്ഞു വലോ ബിശാത്തിൻ, അപ്പൊ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചൊരു ഫംഗ്ഷൻ ആക്കിക്കാളാ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മിനിമം ഭക്ഷണം കൊടുക്കാം എന്നാണ്. മിനിമം ഭക്ഷണം കൊടുക്കാം, അതിന് കുഴപ്പമില്ല, പക്ഷെ ഇസ്രാഫ് പാടില്ല. ഇസ്രാഫ് ആയി കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ കൂട്ടത്തിലേക്ക്. ഇപ്പൊ ഇസ്രാഫ് എന്ന് പറഞ്ഞാല് ഈ പെണ്ണിന് കാണാൻ പോകുമ്പോൾ, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്രാഫിന്റെ ഏറ്റവും വലിയ മുഖം, ബീഭത്സകമായ അവസ്ഥ, ഒരു ലോഡ് കണക്കിന് മിഠായി, അതിലേക്ക് അതിന്റെ പാരാപാരം, എന്നിട്ട് കെട്ടിയിറക്കപ്പെട്ട സ്ത്രീകളാണ് ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതും ദുരുപയോഗപ്പെടുത്തുന്നതുമായ ഒരു വിഭാഗം. കാരണം അവരാണ് ഇതിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അവർക്ക് പുറത്തിറങ്ങി എന്നിട്ട് ആ നിൽക്കുന്ന പോകുന്ന കോലം, അതിന്റെ വൈറൽ വീഡിയോ എടുക്കുക, ഷൂട്ടൗട്ട് നടത്തുക. ആരാ ഇതൊക്കെ പറഞ്ഞത്? ഏത് വിഷയം? ആരാ ഇതിനൊക്കെ പെർമിഷൻ നൽകിയത്? നീ കാണുന്ന കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ നീ പോയി നോക്കിക്കോ എന്ന് മുഈറത്ത് ബിൻ ശുഅബ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞ, നീ ഒന്ന് പോയി നോക്കിക്കളാ, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നീ നോക്കണം, കാണണം എന്ന് മറ്റേ സഹാബിയോട്, കല്യാണം കഴിക്കാൻ പോകുന്ന സഹാബിക്കാണ് പ്രവാചകൻ നിർദ്ദേശം കൊടുത്തത്. അല്ലാതെ പരിവാരങ്ങളെ ഇറക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വലിയ ഒരു സൽക്കാരമാക്കി തീർത്ത് അങ്ങനെ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചെന്ന് പോണത് എല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുക, എന്നിട്ട് ഷൂട്ടൗട്ട് നടത്തുക, പരേഡ് നടത്തുക. എല്ലാവരുടെയും കൈകളില് ഈ ജാതി ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന എത്ര മിഠായി, ഇനിയിപ്പോ ഒരു സന്തോഷത്തിനൊരു മിഠായി കൊടുത്തു എന്ന് വെക്കുക, അതിനൊരു കൗണ്ട് ഇല്ലേ, ഒരളവില്ലേ? അപ്പൊ എന്താ അതിന്റെ ഇസ്രാഫിന്റെ ഡെഫിനിഷൻ? എന്താ അതിന്റെ മിനിമം നിലവാരം? ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫ് നടത്തുന്നവരെ
ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും മുബദ്ദിരീങ്ങൾ അഥവാ ദൂർത്തടിക്കുന്ന ആളുകൾ അവർ പിശാചിന്റെ ആളുകളാണ് എന്ന് പറയാം. നമ്മുടെ കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോൾ, ഫംഗ്ഷൻ നടക്കുമ്പോൾ മാതാപിതാക്കളൊക്കെ പിശാചിന്റെ ആൾക്കാരായി മാറുണ്ടോ? സിസ്റ്റേഴ്സും ബ്രദേഴ്സും കുടുംബക്കാരൊക്കെ പിശാചിന്റെ കൂട്ടക്കാരായി മാറുണ്ടോ? അപ്പൊ അങ്ങനല്ലാതെ നടക്കുമെന്ന് വിചാരിച്ച് നമ്മളും അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടോ? അതല്ല, നമ്മൾ എവിടെയായിരുന്നാലും വലാ തെക്കൂനു ഇമ്മ കൂടെ കൂടികളാകില്ല. നാടോടുമ്പോ അങ്ങനെ പോകൂലേ, അതൊക്കെ സ്വാഭാവികമായി നടക്കൂലേ എന്ന് പറയുന്ന ആളുകളോടാണ് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പറഞ്ഞത്, ഖുൽ, നീ പറയണം, ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ്, ത്വയ്യിബായതും നല്ലതും ചീത്തയും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നാട്ടിൽ, മഹല്ലിൽ, സമൂഹത്തിൽ, കുടുംബങ്ങളിൽ ഖബീസ്, വൈവാഹിക മേഖലകളിൽ ജീർണതകൾ, തിന്മകൾ, ധൂർത്തുകൾ അത് അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വലൗ അഅജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നീ അത് തിന്മയാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഫത്തഖുല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. യാ ഉലിൽ അൽബാബ്, ചിന്തയുള്ള ലുബുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള നല്ല മാർഗം എന്ന് പറയാണ്. അതുകൊണ്ട് ഈ മേഖല ഇസ്രാഫ്, അതാണ് വൈവാഹിക രംഗങ്ങളിൽ വരുന്ന ഇസ്രാഫ്, ധൂർത്തിനെ നമ്മൾ കരുതണം. പാവപ്പെട്ട നിരവധി മനുഷ്യർ ഒരു നേരത്തെ പശിയടക്കാൻ, വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ നെട്ടോട്ടം ഓടുന്ന യുദ്ധമുഖ സാഹചര്യങ്ങളിൽ ആഗോളതലത്തിൽ ഒരുപാട് പരീക്ഷണ രംഗങ്ങൾ നേർക്കുനേരെ കാണുമ്പോൾ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാകണം, ഉണ്ടാകരുത്, എത്ര കൊടുക്കണം, കൊടുക്കരുത്, എത്ര കൊടുത്താലും എത്ര പേരാണ് കിട്ടുക, ഏതൊക്കെ കമന്റുകളോ അഭിപ്രായമാണ് കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ബോധമുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വറ്റ് താഴേക്ക് വീണുപോയി കഴിഞ്ഞാൽ ആ വറ്റെടുക്കണം. ഹദീസായി പറയുന്നത്, ആ വറ്റെടുത്തുകൊണ്ട് അതിൽ പറ്റിപ്പിടിച്ച പൊടിപടലം നിങ്ങളെ ശുദ്ധീകരിച്ച് തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അത് നിങ്ങൾ കഴിക്കണം, പിശാചിന് വിട്ടുകൊടുക്കരുത്, അഥവാ നിങ്ങൾ ധൂർത്താക്കി കളയരുത് എന്ന് പറയാൻ. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്ത് ഭക്ഷണ വിഷയത്തിൽ, വിവാഹ മാമാങ്കങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകളുടെ കൂടെ ചേരാതെ തൂബാലിൽ ഉറബാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തീർച്ചയായും നബി ഹുറൈറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അപരിചിതത്വത്തോടു കൂടിയാണ്, ആളും ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും ഇല്ലാതെയാണ് ഇസ്ലാമിന്റെ തുടക്കം എന്ന് പറയുന്നത്. വസയഊദു ഗരീബ, അപരിചിതത്തിലേക്ക് തന്നെ അത് മടങ്ങും. കമാ ബദഅ, അത് ആരംഭിച്ചതുപോലെ. ഫതൂബ, ആ സമയത്ത് മംഗളമുള്ളത്, ആശംസയുള്ളത്. ലിൽ ഗുറബാ, അപരിചിതരായ ആളുകൾക്കാണ്. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്, നാടോടുമ്പോൾ നടുവ ഓടാത്ത ആളുകളാണ്. ആരെന്ത് പറഞ്ഞാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, ദീനീ നിഷ്ഠയിൽ നിൽക്കുന്നവരാണ്, അള്ളാന്റെ റിളയും മഹബത്തും കാംക്ഷിക്കുന്നവരാണ്. ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന ഇഷ്ടം നഷ്ടപ്പെടാതെ സൂക്ഷ്മത കൈവരിക്കുന്നവരാണ്. സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു, മനിൽ ഉറബാ, പ്രവാചകരെ ആരാണ് അപരിചിതർ? ഖാല, പ്രവാചകൻ പ്രതിവചിച്ചു, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ കുഴപ്പത്തിലാക്കിയ വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നന്നാക്കാൻ വേണ്ടി എളിയ വലിയ ശ്രമം നടത്തുന്നവരാണ് അപരിചിതർ. അത്തരത്തിലുള്ള അപരിചിതരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام، وهو الذي أكرمنا بالقرآن الكريم، وهو الذي وحدنا على كلمة التوحيد والإصلاح، وهو الذي علمنا ما لم نعلم، الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على القائل إنما بعثت لأتمم مكارم الأخلاق. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ, വിശ്വാസവിശുദ്ധിയോടെ, അനുഷ്ഠാന മുറകളിലെ നിഷ്ഠയോടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് സമർപ്പിതരായി ജീവിക്കുന്ന തസ്കിയ, തഖ്വ, തർബിയ തലം നിലനിർത്തുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം നിർണായകമായ ഘട്ടങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകളിൽ കൃത്യമായ ബോധമുള്ളവരാണ് നമ്മൾ. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്.
നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി അനുസരിച്ച് അയൽപ്പക്ക രാഷ്ട്രങ്ങളിലേക്ക് പ്രകോപനമുണ്ടാക്കുക, അധിനിവേശം നടത്തുക, അധീശത്വം ചെലുത്തുക എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസി അല്ല, നമുക്കറിയാം. പക്ഷേ സാഹചര്യങ്ങളാൽ എത്തിപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടൊരു യുദ്ധമുഖത്താണ്. നമുക്കറിയാം, യുദ്ധം വിനാശമാണ്. യുദ്ധത്തിൽ ജയിക്കുന്നത് പൈശാചികതയാണ്. നിരപരാധികളായ ആളുകളൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് ഈ നിർണായക സമയത്ത് സമാധാനത്തിന് വേണ്ടി നേരെ ചൊവ്വേ കാര്യങ്ങളായിത്തീരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ വിഷയത്തെ മതകീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഭൂമിശാസ്ത്രപരവും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ രാഷ്ട്രീയ വിഷയമാണ്. അതൊന്നും ഒരു മതകീയ വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, മതം ഭീകരതയെ തീവ്രതയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. നിരപരാധികളായ ആളുകളെ കൊല്ലുക എന്നത് ഒരു മതവും അംഗീകരിക്കുന്ന കാര്യമില്ല. ഇസ്ലാം വിശേഷിച്ചു ആ വിഷയത്തിൽ നമ്മളൊരു ഖുതുബയും നടത്തിയതാണ്. അതുകൊണ്ട് അന്യായമായി നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത ചോദ്യം ചെയ്ത് കടന്നു വരുന്ന ദുശക്തികൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ്. ഇപ്പോൾ പൗരസമൂഹം ഒന്നടങ്കം ഐക്യപ്പെട്ട് ഈ രാജ്യത്തിൻ്റെ ഭദ്രമായ മുന്നോട്ട് പോക്ക് തീർച്ചയായും ഉണ്ടാകണം. അപ്പോൾ കാര്യങ്ങൾ വഷളാകാതിരിക്കാനും വ്യാപകമാകാതിരിക്കാനും വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ സമയത്തുണ്ടാകണം. സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെയും കരുതിയിരിക്കണം. ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിൽ ഉറച്ചു നിന്ന ആളുകളാണ് നമ്മൾ. ഈ രാജ്യത്തിൻ്റെ പരമാധികാരം, സർവ്വസ്വാതന്ത്ര്യവും നേടിയെടുക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും സമ്പത്തും രക്തവും ജീവനും ത്യജിച്ച പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ രാജ്യം സമാധാനപൂർണമായി അഖണ്ഡതയോടെ മുന്നോട്ട് പോകുക എന്നതിൽ ഏറ്റവും കൂടുതൽ നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കേണ്ട ഉമ്മത്താണ് നമ്മൾ. അത് നമ്മുടെ മതപരമായ ബാധ്യതയാണ്. അതേപോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയവും രാഷ്ട്രപരവുമായിട്ടുള്ള ബാധ്യത തന്നെയാണ്. ഈ സമയത്ത് മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗ നിർഭരമായ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഘട്ടം കൂടിയാണ്. ഹജ്ജും അതേപോലെ തന്നെ ബലിപെരുന്നാളും ഒക്കെ സമാഗതമാകാനിരിക്കുകയാണ്. ഇബ്രാഹിം മില്ലത്ത് ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം, രാജ്യത്തിനു വേണ്ടി, നാടിനു വേണ്ടി 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ നീ ഈ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി തീർക്കണമേ എന്നാണ്. അപ്പൊ നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. യുദ്ധത്തിന്റെ കെടുതികൾ ലോകം അനുഭവിക്കും. നമുക്കറിയാം, ഗസയിൽ നടക്കുന്നത്, ഉക്രൈനിൽ നടക്കുന്നത്, ലോകത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നാശം, നഷ്ടങ്ങൾ, നശീകരണങ്ങൾ, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, കുട്ടികളും സ്ത്രീകളും നിരപരാധികളും ഒക്കെ വേട്ടയാടപ്പെടൽ, ഇതൊക്കെ ഏത് ഭാഗത്തായിരുന്നാലും നമുക്കറിയാവുന്നതാണ്. പക്ഷേ പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ സൈന്യം, നമ്മുടെ ഭരണകൂടം അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിവേകികളായ ഭരണകൂടങ്ങൾക്ക് വിവേകം നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലുമുള്ള ഭീകരതയിൽ നിന്ന്, തീവ്രതയിൽ നിന്ന്, വർഗീയതയിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുമാറാകട്ടെ. സഹവർത്തനമുള്ള, സാഹോദര്യമുള്ള, സമഭാവനയുള്ള ലോകത്തിന് തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്ന വലിയ കാഴ്ചപ്പാടും പാരമ്പര്യവും അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നമ്മുടെ എല്ലാം സാമൂഹിക, കുടുംബ, സാമ്പത്തിക, കച്ചവട ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ വന്നു ഭവിച്ച യുദ്ധക്കെടുതിയെയും പരീക്ഷണങ്ങളെയും അള്ളാഹുവെ നീ വ്യാപിപ്പിക്കരുതേ നാഥ, അതിനെ നീ തടഞ്ഞു നിർത്തണമേ നാഥ. അള്ളാഹുവെ ആഗോളതലത്തിൽ യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീനുകൾ, സൈനിസത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ ചരടുവലികളാണ് എങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. ആയുധ കച്ചവടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, ഓരോ മണ്ണിനെയും അശാന്തമാക്കാൻ വേണ്ടി പല ആൾക്കൂട്ടങ്ങളെയും വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ അത്തരത്തിലുള്ള ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് നീ സമൂഹത്തെ രക്ഷപ്പെടുത്തണമേ നാഥ. സമാധാന കാംക്ഷികളെ നീ സംരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ ഫലസ്തീനികൾക്ക് നീ അതിജീവനം നൽകണമേ നാഥ. സമാധാനവും സ്വാസ്ഥ്യവും ശാന്തതയുമുള്ള സാമൂഹിക ചുറ്റുപാട്, രാഷ്ട്ര ചുറ്റുപാട് നീ നിലനിർത്തി തരയണമേ നാഥ. എല്ലാ തരത്തിലുമുള്ള ശത്രുക്കളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ, മണ്ണിനെ നീ സംരക്ഷിക്കണമേ റബ്ബേ.